ഇതെന്താണെന്ന് അറിയോ? ഇന്നത്തെ ഫേസ് പാക്കിൽ ഞാൻ മെയിനായിട്ട് ചേർക്കാൻ പോകുന്ന ഒരു ഇൻഗ്രീഡിയൻസാണ് ഇത് വേറൊന്നുമല്ല, ഇത് കഞ്ഞിവെള്ളമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കഞ്ഞിവെള്ളം കൊണ്ടോന്ന്. പക്ഷേ കഞ്ഞിവെള്ളം കൊണ്ട് ഫേസ് പാക്ക് ഉണ്ടാക്കും, ക്ലെൻസർ ഉണ്ടാക്കും. അത് കുടിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായി വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കാണിക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്കിൻ്റെ പ്രധാന ചേരുവ കഞ്ഞിവെള്ളമാണ്. നമ്മൾ പലപ്പോഴും കഞ്ഞിവെള്ളം വെറുതെ കളയാറുണ്ട്. എന്നാൽ സ്കിൻ കെയറിന് ഇത് ഉപയോഗിക്കുന്നതും ധാരാളമുണ്ട് ഉപയോഗിക്കുന്നവർ. ആദ്യം ഈ ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇതിനായി ഞാൻ എടുക്കുന്നത് 1 സ്പൂണ് അരിപ്പൊടിയാണ്. ഈ 1 സ്പൂണ് അരിപ്പൊടി ചർമ്മം മൃദുവായി വൃത്തിയാക്കാനും മുഖം സോഫ്റ്റായി തോന്നാനും സഹായിക്കും. ഇനി വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളാകാം, അല്ലെങ്കിൽ ഞാനിത് ഉണ്ട മഞ്ഞളാണ് ചേർക്കുന്നത്. ഞാൻ പൊടിച്ച് വെച്ചതാണ്. മഞ്ഞൾ അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയ അളവ്, ഒരു നുള്ള് ഇതുപോലെ ഒരു പിഞ്ച് മതി. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1/2 സ്പൂണ് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിന് ചർമ്മത്തിന് ഈർപ്പം നൽകാനും ആശ്വാസം നൽകാനും സഹായിക്കും. പിന്നെ അലോവേര ജെല്ല് നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. ഇത് ഗ്രീൻ കളർ അലോവേര ജെല്ലാണ്. പക്ഷേ വൈറ്റ് കളറ് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് വാങ്ങിച്ചതാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് വൈറ്റ് കളർ അലോവേര ജെല്ലാണ്. ഇത് കുക്കുംബറും ഗ്രീൻ ടീ ഒക്കെ മിക്സ് ചെയ്തതാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വൈറ്റ് കളർ വാങ്ങിച്ചാൽ മതി. പിന്നെ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഇനി ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 2 സ്പൂണ് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് തയ്യാറാക്കാം. പേസ്റ്റ് അധികം കട്ടിയാകരുത്, അധികം വെള്ളമായാലും പാടില്ല. മുഖത്ത് എളുപ്പത്തിൽ പുരട്ടാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം. കഞ്ഞിവെള്ളത്തിൽ അരിയുടെ സ്റ്റാർച്ച് ചർമ്മം മൃദുവായി തോന്നാൻ സഹായിക്കും. അരിപ്പൊടി ചർമ്മം വൃത്തിയായി തോന്നാൻ സഹായിക്കും. അലോവേര ചർമ്മത്തിന് ഈർപ്പം നൽകാൻ സഹായിക്കും. മഞ്ഞൾ ചെറിയ അളവിൽ ചേർക്കുന്നത് ചർമ്മത്തിന് ഫ്രഷ് ലുക്ക് നൽകാനും സഹായിക്കും. പിന്നെ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും എല്ലാവരും ഏതെങ്കിലും കഴുത്തിലോ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയ ശേഷം, എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം ഇച്ചോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലെന്ന് അറിഞ്ഞ ശേഷം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇത് നാച്ചുറൽ സ്കിൻ കെയർ രീതിയിലാണ്. എന്നാലും എല്ലാവരുടെയും ചർമ്മം ഒരേപോലെയല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ആദ്യമായി ഉപയോഗിക്കുന്നവർ ചെറിയ ഭാഗത്ത് പാച്ച് ടെസ്റ്റ് നടത്തി നോക്കിയ ശേഷം മാത്രം മുഖത്ത് ഉപയോഗിക്കുക. എന്തെങ്കിലും അലർജിയോ അസ്വസ്ഥതയോ തോന്നിയാൽ ഉപയോഗം നിർത്തുക. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം കയ്യിലാണ് തേക്കുന്നത്. കയ്യിൽ ഇതേപോലെ തേക്കുമ്പോൾ എപ്പോഴും താഴ്ന്ന് മുകളിലേക്ക് തേക്കണം. അതേപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും താഴെ നിന്ന് മുകളിലോട്ടാണ് ഏത് ഫേസ് പാക്കും തേക്കേണ്ടത്. എന്നിട്ട് അത് ഒരു 20 മിനിറ്റ് വെച്ച ശേഷം 15 or 20 മിനിറ്റ് വെച്ച ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഓക്കെ. പിന്നെ കഴുകുമ്പോൾ ഒരുപാട് ഉരക്കാതെ സാവധാനത്തിൽ കഴുകുക. ഏത് ഫേസ് പാക്ക് ഇട്ടാലും ശരി, ഓവറായിട്ട് ഉരക്കാൻ പാടില്ല. ഇനി സ്ക്രബ് ചെയ്യണമെങ്കിലും കൂടി ചെറുതായിട്ട് ഉരക്കാനേ പാടുള്ളൂ. മൈൽഡായിട്ട് ഉരച്ചിട്ട് അത് കഴുകിക്കളയാം. 20 മിനിറ്റ് 15 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയാം.
അപ്പോൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഇന്ന് കൂടുതൽ സമയമൊന്നും വെച്ചില്ല. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഫ്രഷ് ഫീലാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഫേസ് പാക്ക് നിങ്ങളെ കാണിക്കാറില്ല. നല്ലതാണെങ്കിൽ മാത്രമേ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. എനിക്ക് ബുദ്ധിമുട്ടുള്ളത് ഞാൻ നിങ്ങൾക്കും കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ നാച്ചുറൽ സ്കിൻ കെയർ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ.